ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്ലാസ് 2 യൂണിറ്റ് 2 ആയ എ പീസ് ഓഫ് കേക്കിൻ്റെ 12-21 ആക്ടിവിറ്റീസാണ്, ഇംഗ്ലീഷിലെ ആക്ടിവിറ്റീസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. ഇവിടെ 12th ആക്ടിവിറ്റി എന്ന് പറയുന്നത് 3 പിക്ചർ തന്നിട്ടുണ്ട്. പിക്ചർ നിങ്ങൾ എന്താണോ കാണുന്നത് അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് എഴുതേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ പിക്ചറിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കാം. ദ മദർ എലിഫൻറ്റ് സ്ട്രെച്ചിങ് ഹർ ഹാൻഡ്സ്, ദ ഫാദർ എലിഫൻറ്റ് ഇസ് ടേക്കിംഗ് പുൾ-അപ്സ്, വൺ ഓഫ് ദ കിഡ് ഇസ് സ്വിങ്ങിങ് ആൻഡ് ദ ബേബി എലിഫൻറ്റ് ഇസ് പ്ലേയിങ് ഫുട്ബോൾ. സെക്കൻഡ് നോക്കാം. വൈ ദ ബേബി എലിഫൻറ്റ് ഇസ് പ്ലേയിങ് the ball gets stuck in the tree and he is looking at the ball. The Della is lying on the ground and looks tired. The mother elephant is walking around the park and the father elephant is taking pull-ups. And മൂന്നാമത്തെ പിക്ചറിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കാം. The father elephant takes the ball using a stick and the baby elephant looks very happy now. The mother elephant sprinkles water on Della's face and one of the kid is also standing there. അപ്പോൾ ഈ 3 പിക്ചറിലും 3 സിറ്റുവേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെന്താണോ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള സെൻറ്റൻസ് ആണോ അത് ആഡ് ചെയ്ത് എഴുതാം. ഇപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തിട്ടില്ല, വളരെ സിമ്പിളായിട്ടുള്ള വേർഡ്സാണ്. ഇപ്പോൾ മക്കൾക്ക് വേഗം ക്യാച്ച് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നോക്കാം. ആക്ടിവിറ്റി 13 ആണ്. ഡെക്കറേറ്റ് ആൻഡ് കളർ എന്നാണ്. കേക്ക് തന്നിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ രീതിയിൽ കളർ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യണേ. നെക്സ്റ്റ് പറയുന്നത് ആക്ടിവിറ്റി 14 ആണ്. അതിൽ ബേബി എലിഫൻ്റ് എന്താണ് പറയുന്നത്? ഹലോ ഗ്രാൻഡ്മ. അപ്പോൾ ഗ്രാൻഡ്മ എന്താ പറയുക? ഹായ് ബേബി, വാട്ട് ഈസ് ദ മാറ്റർ? എന്താണ് പ്രശ്നം ചോദിക്കും. അപ്പോൾ ബേബി എലിഫൻ്റ് പറയും, ഡിഡ് യു സെൻഡ് എസ് കേക്ക്? ഞങ്ങൾക്കൊരു കേക്ക് സെൻഡ് ചെയ്തിരുന്നോ? അപ്പോൾ ഗ്രാൻഡ്മ എന്താ പറയുക? യെസ്, ഐ സെൻഡ് എ കേക്ക്, ദാറ്റ്സ് എ ഗിഫ്റ്റ് ഫോർ യു ഓൾ. നിങ്ങൾക്ക് എല്ലാവർക്കുള്ള ഗിഫ്റ്റ് ആയിട്ടാണ് തന്നത്. അപ്പോൾ ബേബി എലിഫൻ്റ് എന്തായിരിക്കും പറയുക? ബട്ട് മോം സെഡ് വി കാണ്ട് ഈറ്റ് ദ കേക്ക് യു സെൻഡ് ബിക്കോസ് ഇറ്റ്സ് ഫോർ ഗസ്റ്റ്. അപ്പോൾ മദർ എലിഫൻ്റ് എന്താ പറഞ്ഞത്? ഈ കേക്ക് ഗസ്റ്റിനുള്ളതാണെന്ന് പറഞ്ഞു അല്ലേ? അതപ്പം നോക്കി ഫില്ല് ചെയ്യണേ. നെക്സ്റ്റ് ഇവിടെ ആക്ടിവിറ്റി 15 എന്ന് പറയുന്നത് അവിടെ ഡെല്ലയും ബേബി എലിഫൻറ്റും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. അറ്റ് നൈറ്റ് ബേബി എലിഫൻറ്റ് എണീക്കുവാണ്. അപ്പോൾ ഡെല്ല ചോദിക്കും, എവിടേക്കാണ് പോണത്? അപ്പോൾ കേക്ക് കഴിക്കാനാണ് പോണത്. അപ്പോൾ ഡെല്ലയ്ക്കും ആഗ്രഹമുണ്ടല്ലേ? അപ്പോൾ അത് എഴുതിയിട്ടുള്ള കോൺവെർസേഷനാണ്. ആക്ടിവിറ്റി 16 എന്ന് പറയുന്നത് രാത്രി മദർ എലിഫൻ്റ് എണീച്ചു, എന്നിട്ട് കേക്കിനെ പറ്റി ആലോചിച്ചു. അപ്പോൾ എന്തൊക്കെ ആയിരിക്കും കേക്കിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടാവുക? അതാണ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തത്. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള വേർഡ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്, എല്ലാവരും നോക്കണേ. നെക്സ്റ്റ് പറയുന്നത് ഇവിടെ കുറേ കോൺവെർസേഷനിലെ സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. ഇതൊക്കെ ആരാണ് പറഞ്ഞതെന്ന് നിങ്ങൾ മനസ്സിലാക്കി എഴുതണം. അതൊക്കെ നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ എല്ലാ മക്കൾക്കും അത് അറിയാം. ചിലത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. ഡെല്ലയാണോ, ലൂക്കാണോ, ബ്രൗൺ ആണോ, ബേബി എലിഫൻറ്റ്, ഫാദർ എലിഫൻറ്റ്, മദർ എലിഫൻറ്റ്, അവരുടെ ആരുടെ കോൺവെർസേഷൻസാണ് ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് നോക്കി എഴുതണം. നെക്സ്റ്റ് പറയുന്ന ആക്ടിവിറ്റി ഇവിടെ തന്നിരിക്കുന്ന ഒരു സോങ് ആണ്. അപ്പം താഴെ നിങ്ങൾ റാബിറ്റിനെയും മങ്കിനെയും കാണുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഏതാണോ, റാബിറ്റ് ആണെങ്കിൽ റാബിറ്റ്, മങ്കി ആണെങ്കിൽ മങ്കി എടുത്ത് എലിഫൻ്റ് ഉള്ളിടത്തിൽ എഴുതി കൊടുക്കണം. ഞാനിവിടെ റാബിറ്റാണ് എടുത്തത്. നെക്സ്റ്റ് പറയുന്നത് ആക്ടിവിറ്റി 19 ആണ്. അവിടെ ഗുഡ് ഹാബിറ്റ്സും ബാഡ് ഹാബിറ്റ്സും തന്നിട്ടുണ്ട്. അപ്പോൾ ഗുഡ് ഹാബിറ്റ് ആണെങ്കിൽ ഒരു സ്മൈലി വരയ്ക്കണം. മറ്റേതാണെങ്കിൽ നമുക്ക് ഒരു വിഷമിക്കുന്ന സ്മൈലി നിങ്ങൾ കണ്ടില്ലേ? ചീത്ത ശീലങ്ങളും നല്ല ശീലങ്ങളുമാണ്. അപ്പോൾ ഗുഡ് ഹാബിറ്റ്സും ബാഡ് ഹാബിറ്റ്സും എല്ലാവരും നോക്കി ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ഏത് ഫുഡാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം അതെല്ലാം നിങ്ങൾ കളർ കൊടുക്കണം. കൂടാതെ ബാക്കിയുള്ള കോളത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എഴുതുകയും വേണം. നെക്സ്റ്റ് പറയുന്ന ആക്ടിവിറ്റി 21. ഇവിടെ ലാസ്റ്റത്തെ ഒരു കഥയാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങൾ നിങ്ങൾ വരച്ച് യോജിപ്പിക്കുകയാണ്. ഒന്ന് കഴിഞ്ഞാൽ എന്താ, അതുപോലെ തന്നെ നോക്കി ചെയ്ത് നോക്കുക. ആൻഡ് കീപ്പ് വാച്ചിങ്. താങ്ക് യു.